ഇപ്പം മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്ന കാലല്ലേ, അതുകൊണ്ട് നമുക്ക് മാങ്ങ ചമ്മന്തി അരയ്ക്കാം. ആദ്യം നമുക്ക് ഒരു പുളിയുള്ള മാങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി, പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി എടുക്കാം കേട്ടോ, ചെറിയ കഷ്ണങ്ങളാക്കുക. പിന്നെ നമുക്ക് ഒരു മുറി തേങ്ങയുടെ പകുതി മതി തേങ്ങ എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില അധികം ഇട്ടാലും ദേഹത്തിന് നല്ലതാണ്, കണ്ണിനും ദേഹത്തിനൊക്കെ നല്ലതാണ്, അതിനുള്ള താല്പര്യം പോലെ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചിട്ട് അത് എടുക്കുക. പിന്നെ 2-3 കുഞ്ഞുള്ളി, അത് ഞാൻ കഷ്ണം മുറിച്ചിട്ടതാണ്. പിന്നെ ഒരു 3-4 ഉണക്കമുളക് ചുട്ടത്. ഈ മുളക് ചുട് എങ്ങനെയാന്ന് ചിലപ്പോൾ എവിടെയും അടുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനെന്താ ചെയ്യലെന്ന് വെച്ചാൽ ഒരു കോലുമ്പിൽ ഈ മുളക് കോർക്കും, എന്നിട്ട് സ്റ്റൗവിൻ്റെ ബർണറിൽ കാണിക്കും. അപ്പം ചുട്ട പോലെ തന്നെ കിട്ടും. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ ഒരു ചീനച്ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കരുത്, വെറുതെ ഇങ്ങനെ വഴറ്റുക. അപ്പോൾ ഇതേപോലെ ചുട്ട പോലെ നമുക്ക് കിട്ടും. അതാണ് മുളക് ചുടുന്ന എളുപ്പ വഴി. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെല്ലാം ഒരു മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാട്ടാ. ഇതിൻ്റെ കൂടെ ഇല്ലേ നമുക്ക് വേറൊരു കാര്യം ആൾക്കാർ ചേർക്കാറുണ്ട്. എന്താണെന്നറിയോ? ഉണക്കച്ചെമ്മീനില്ലേ വെറുതെ വറക്കുക, എന്നിട്ട് അത് പിന്നെ ചമ്മന്തി ആക്കണ സമയത്ത് അതിൻ്റെ കൂടെ ഇടുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറയ്ക്കണം. നമ്മൾ പിന്നെ മാംസം ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ഇതേവരെ കൂട്ടിയിട്ടില്ല, എന്നാലല്ലേ പറയാൻ കഴിയുള്ളൂ. നല്ല ടേസ്റ്റാന്ന് ആൾക്കാർ പറയണ കേട്ടാ. ഞാനിതാ അരച്ചു കൊടുക്കുന്നു. എൻ്റെ ശരിക്കും ചട്നി ചാറിലാണ് നമ്മളത് അരയ്ക്കേണ്ടത്. പക്ഷേ എൻ്റെ ചട്നി ചാറൊക്കെ ഇടുന്നു. ഇപ്പോൾ കൊറോണയിലൊക്കെ അടച്ചു കൂട്ടിയിട്ടല്ലേ ഉള്ളത്, അതുകൊണ്ട് ഈ വലിയ ചാറിലാണ് ഞാൻ അരച്ച്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ബൗളിലേക്ക് ഒഴിച്ചു. നിങ്ങൾക്ക് മുളക് വേണമെങ്കിൽ കൂടുതൽ കൂട്ടാട്ടാ. പിന്നെ മാങ്ങയുടെ തോലൊന്നും കളയണ്ട, മാങ്ങയുടെ തോല് ഭയങ്കര വിറ്റാമിനാണ്, അത് തിന്നാൽ നല്ലത് തന്നെയാണ്. ചില മാങ്ങയ്ക്കാണ് തോല് നല്ല കട്ടിയുള്ളത്, അത്ര ഗുണം ഉണ്ടാവില്ല. ഞാൻ ഇതൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കണക്ക് തന്നെ, ഞാൻ ഇട്ടപ്പോൾ മതിയായിരുന്നില്ല, കുറച്ചും കൂടി ഇടേണ്ടി വന്നിരിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി. ഇപ്പം കൊറോണ കാലമായിട്ട് എല്ലാ കുട്ടികളും എല്ലാവരും വീട്ടിൽ അടക്കി നിർത്തിക്കല്ലേ കൊറോണ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്ന കാലല്ലേ, കുട്ടികളാണെങ്കിൽ ഈ പച്ച മാങ്ങ വെറും ഉപ്പിട്ട് തിന്നുകൊണ്ടിരിക്കും. അതിന് പകരം നമുക്കൊരു പണി ചെയ്യാം. ഈ പച്ച മാങ്ങ എടുത്തിട്ടില്ലേ, ഒരു മാങ്ങ ഫുള്ള് എടുക്കാം, തോലൊന്നും കളയണ്ട കേട്ടാ. ചമ്മന്തി അരയ്ക്കാനൊക്കെ തോല് കളയണ്ട, ഞാൻ പറയാൻ മറന്നു പോയതാ. നല്ല കട്ടിയുള്ള മാങ്ങയാണെങ്കിൽ മാത്രമേ തോല് കളയണ്ടൂ. തോലിൻ്റെ നേരെ താഴെയാണ് അത്ര വിറ്റാമിൻ മുഴുവൻ. അതുകൊണ്ട് തോല് കളയുകയോ വേണ്ട, മുറിച്ചെടുക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഒരു പച്ചമുളക്, നല്ല എരിവുള്ളതാണെങ്കിൽ പേരിന് ഒരു പകുതി കഷ്ണം ഇട്ടാലും മതി. ജ്യൂസായിട്ടല്ലേ നമ്മൾ അടിക്കുന്നത്, മാങ്ങാ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ഇടുക, അത് വയറിന് നല്ലതാണല്ലോ. പിന്നെ കരുവേപ്പിൻ്റെ ഇല ഒരു 5-8 ഇടാം, കറിവേപ്പില. പിന്നെ ലേശം ഉപ്പ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാവുകൊണ്ട് കുട്ടികൾക്ക് മധുരം ഇഷ്ടാവൂല, കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചാരയും ചേർക്കാം. അത് മിക്സിയിൽ നല്ലോണം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ അടിച്ച്, കുറച്ചാവുമ്പോൾ നമുക്ക് അതിൽ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം, എന്നിട്ട് ജ്യൂസാക്കാം. ഞാൻ ജ്യൂസാക്കിയിട്ട് കൊണ്ടുവരാട്ടാ. അങ്ങനെ നമ്മളുടെ മാങ്ങാ ജ്യൂസ് റെഡിയായി. നല്ല മൂരും വെള്ളം കുടിക്കുന്ന പോലെയാണ് കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമാണെന്ന് വെച്ചാൽ അതിൽ വേണമെങ്കിൽ മല്ലിയുടെ ചപ്പ് പൊടി കൂട്ടിയ ഇഷ്ടമാണെങ്കിൽ അതൊരു നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് നിങ്ങളുടെ താല്പര്യം പോലെയാണ്, കുട്ടികൾക്ക് വേണമെങ്കിൽ.